പക്ഷെ എനിക്ക് ബുദ്ധി ഉപദേശിച്ച ഒരുത്തി അവിടെ ഉണ്ടല്ലോ, അവളുടെ വാക്കേട്ട് ഞാൻ മിണ്ടായിരുന്നു. അതിന്റെ കുറ്റബോധം ജീവിതകാലം മുഴുവൻ എനിക്ക് ഉണ്ടാകൂടാ. ഈ സിറ്റി ജീവിക്കാൻ തന്നെ പേടിയായി തുടങ്ങിയടാ. ജോലി തരാന്ന് പറഞ്ഞ് കാശ് തട്ടിയെടുക്കുന്നു, ബൈക്കിൽ പോയി ചെയിൻ പൊട്ടിക്കുന്നു. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? ഇങ്ങനെയൊക്കെ എന്ത് ചെയ്താലും ആരും ഒന്നും പ്രതികരിക്കില്ല. ആ ധൈര്യം ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ളവർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയാ. ആശുപത്രി വെച്ച് പാറു പറയുന്നുണ്ടായിരുന്നു, തെറ്റ് ചെയ്യുന്നവരെ പോലെ തന്നെ കുറ്റക്കാരാ അത് കണ്ടിട്ട് പ്രതികരിക്കാത്തവര്. ഞാൻ പ്രതികരിക്കാത്തതും എന്റെ തെറ്റാ. എനിക്കോ കള്ളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നീ എന്തൊക്കെയാടായി പറയുന്നത്? പോലീസിന്റെ അടുത്ത് പോയില്ലെന്ന് കരുതി നീയും ആ കള്ളനും ഒരുപോലെ ആകൂ? എടാ, ആ കള്ളം മോട്ടിച്ചത് ഒരു പരിചയമില്ലാത്ത സ്ത്രീയുടെ അടുത്തുനിന്നാ. ഞാൻ മോട്ടിച്ചതോ എന്റെ സ്വന്തം കുടുംബത്തിന്റെ സ്വർണം. കർമ്മബലം ഒന്നുണ്ട്. അതുകൊണ്ടല്ലേ ആ സ്വർണം കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടാവാതെ പോയത്. എന്നെക്കാൾ വലിയ കള്ളന്മാർ എന്നിൽ നിന്നത് മോട്ടിച്ച്. എടാ പോരടാ, നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി എന്താടാ കാര്യം? ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ കുടുംബത്തിന് ഉപദ്രവമായി മാറുക. ഞാൻ ആ കള്ളനെ കുറിച്ച് മിണ്ടായിരുന്നതുകൊണ്ട് പാറുവിന് ദോഷം വന്ന കണ്ടില്ലേ. ഞാനൊരു നശിച്ച ജന്മമാണ്. ശേ, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? നിനക്കിനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കള്ളനെ കണ്ടുപിടിക്കേ. ശരിയാ, ആ കള്ളനെ പിടിച്ച് പ്രിയന്റെ അമ്മയുടെ മാല വാങ്ങി അവനെ തിരിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അങ്ങനെ ചെയ്താ എന്റെ കുറ്റബോധം കുറച്ചെങ്കിലും കുറയും. ആ കള്ളൻ ബൈക്ക് ടാക്സി വിളിച്ച നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് അവൻ എവിടെയുള്ളതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കൈയോടെ ഇത് പോലീസിനെ ഏൽപ്പിച്ചാ പോരെ? എടാ, മോഷണം നടന്നപ്പോ തന്നെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇത്രയും വൈകി മുന്നോട്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ച് അവരെന്നെ അറസ്റ്റ് ചെയ്താലും. ശരിയാ, എന്നാ പിന്നെ പാറുവിന്റെ കൊടുത്ത് പോലീസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞാ പോരെ? എടാ, എങ്ങനെയാടാ ഈ അവസ്ഥയിൽ ഞാൻ അവിടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നേ? പിന്നെ ഇത് വെച്ച് നീ ഇനി എന്ത് ചെയ്യാനാടാ പോകുന്നേ? എടാ, പ്രിയനെ കൊടുത്താ പോരെ? പ്രിയന്റെ അമ്മയ്ക്കല്ലേ പരിക്ക് പറ്റിയേ. പ്രിയനെ ഇത് പോലീസിനെ ഏൽപ്പിച്ച് കള്ളന്മാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചോളൂ. ആ, അത് മതി. നീ ഒരു കാര്യം ചെയ്യ്, പ്രിയനെ വിളിക്ക്. വിളിക്കാം. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഭേദമായിട്ട് വരുന്നുണ്ട്. മരുന്നും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നില്ലേ? ദർശന കൂടെ തന്നെ ഉണ്ട്. എന്നാ നമുക്ക് പോയാലോ? ഹലോ ഹലോ, പ്രിയനല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ. എന്താ പറയാത്ത? പറയാ. നിങ്ങളെല്ലാരും കൂടി ഗ്രാമത്തിലേക്ക് വാനിൽ യാത്ര പോയില്ലായിരുന്നോ? അതിന്റെ ഡ്രൈവറാ. എന്താണോ കാര്യം? ചേട്ടാ, നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇപ്പോഴോ? അതെ, അത്രയ്ക്ക് അത്യാവശ്യമുണ്ട്. എന്റെ പ്രിയൻചേട്ടാ, ആരാ? ഒരു മിനിറ്റ് കേട്ടോ. നമ്മുടെ കൂടെ ഗ്രാമത്തിലേക്ക് വന്ന ഡ്രൈവറാ. എന്തോ സംസാരിക്കാനുണ്ടെന്ന്. നമുക്ക് അയാളെ കണ്ടിട്ട് സ്റ്റേഷനിലേക്ക് പോയാൽ മതിയോ? അമ്മയുടെ മാല കണ്ടുപിടിക്കുന്നതല്ലേ ഏറ്റവും പ്രധാനം. ആദ്യം നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം, എന്നിട്ട് അയാളെ കണ്ടാ പോരെ? ശരിയാ. ബ്രദർ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ വരെ പോവുക. അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് കാണാം. വേറൊന്നും വിചാരിക്കരുത്. സോറി. ഹലോ പ്രിയ. ഫോൺ കട്ട് ചെയ്തു. എടാ, നിനക്കെടുത്ത ഉടനെ കാര്യം പറയായിരുന്നില്ലേ? എടാ, അവന്റെ കൂടെ പാറു ഉണ്ടായിരുന്നു. അവളുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി. സംസാരിക്കാൻ വന്നതെല്ലാം ഒരു നിമിഷത്തേക്ക് മറന്നുപോയി. എടാ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്റെ പരിപാടി? അവര് പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നെന്നാ പറഞ്ഞേ. നമുക്ക് അങ്ങോട്ട് പോവാം. ആ, വാ. വാ.